ഇല്ല ജോർജ്, നടക്കില്ല. നടക്കില്ല. സംഗതി നടക്കേണ്ടതെന്ന് എനിക്കറിയാം. നാട്ടിലിറങ്ങി നടക്കാനും എനിക്ക് പറ്റില്ല. പക്ഷേ ഇല്ല, അത് നടക്കില്ല. ഓക്കെ, എന്റെ ഗുരുവാണ്. സാറിനെ പരിചയപ്പെടുത്തണ്ട. സാറിന്റെ എത്രയോ പടങ്ങൾ ഞാൻ കണ്ടിരിക്കുന്നു. വളരെ സന്തോഷം സാർ. ഇരിക്കണം സാർ. വളരെ ടെൻഷനിലാണെന്ന് തോന്നുന്നു. നാണക്കേണ്ട കാര്യമൊക്കെ പറയുന്നത് കേട്ടു. എന്താണെങ്കിലും തുറന്ന് പറഞ്ഞോളൂ. ഇനിയിപ്പോ ഒരു അധോലോക നായകന്റെ വീടാ ഷൂട്ട് ചെയ്യേണ്ടത്. അതെ അതെ അതെ. അതിന് വലിയ വീട് കണ്ടുപിടിച്ച, നല്ല വീട്, ഡയറക്ടർക്ക് ഇഷ്ടപ്പെട്ടു. അതെ. പക്ഷെ ആ വീടിന് ഒരു ദിവസത്തേക്ക് 1 ലക്ഷം രൂപ വാടക വേണമെന്നാ ഇപ്പൊ വിളിച്ചു പറഞ്ഞു. വിഷമിക്കണ്ട, ഒരു കാര്യം ചെയ്യൂ. അതെ, ദൈവം എന്നെപ്പോലുള്ളവർക്ക് കുറച്ചൊക്കെ ഐശ്വര്യങ്ങൾ തന്നിട്ടുണ്ട്. പണ്ട് ഞങ്ങൾ ഒരുപാട് സംവിധാനം ചെയ്തിട്ടുണ്ട്, ഒരുപാട് ചിത്രങ്ങൾ. കൂടുതൽ ഹിറ്റായിരുന്നു. അതൊക്കെ ഒരു ദൈവാനുഗ്രഹം എന്ന് തന്നെ ഞാൻ കരുതുകയാണ്. അന്നത്തെ നടന്മാരുടെയൊക്കെ സഹകരണമൊക്കെ ഉണ്ട്. സാറിൻ്റെയൊക്കെ പടമൊക്കെയാണ് ഞങ്ങൾക്ക് ഒരു ഈ പ്രചോദനമായത്. എന്നെ പോലുള്ളവർക്ക് ഇപ്പം അവസരങ്ങളൊന്നും ഇല്ല. പഴയ ചിന്തകൾ എവരുടെയൊക്കെ കയ്യിലാണ് സിനിമ. അപ്പം നമ്മൾ വഴിമാറി കൊടുക്കണം. നമുക്ക് ദൈവം ആവോളം തന്നല്ലോ, ഒരുപാട് ഹിറ്റുകൾ തന്നു, അത്യാവശ്യം കാശ് തന്നു. ആ കാശ് കൊണ്ടാണ് ഞാനൊരു ബംഗ്ലാവ് വാങ്ങിയത്. അപ്പോൾ അത് നിങ്ങൾ ഷൂട്ടിങ്ങിന് എടുത്തോളൂ. അല്ല സാർ, ഞങ്ങളിപ്പോൾ മദ്രാസിലൊക്കെ വരിക എന്ന് പറഞ്ഞാൽ അതും നടക്കുന്ന കാര്യമല്ല സാർ. എന്തിനു മദ്രാസിൽ വരണം? എന്തിനും മദ്രാസിൽ വരണം? സാറിൻ്റെ വീട്? എൻ്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണോ. JK ബംഗ്ലാവ് നേട്ടില്ലേ സാർ? എന്താ ആ വീടാണ് ഞങ്ങൾ നോക്കി വെച്ചത്. ഒരു ദിവസത്തേക്ക് 1 ലക്ഷം രൂപ എന്ന് ജോർജ് വിളിച്ചു പറഞ്ഞത്. ജോർജ് എൻ്റെ മാനേജർ. അത് ശരി. അവനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഞാൻ അവനാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. 1 ലക്ഷം രൂപ തന്നെയാണ് ഞാൻ ചാർജ് ചെയ്യുന്നത്. പക്ഷേ ഡിക്രുവിൻ്റെ പടമായതുകൊണ്ട് ശിഷ്യന്മാർ വളരുമ്പോൾ ഏറ്റവും സന്തോഷിക്കുന്നത് ഗുരുക്കന്മാർ. ഡിക്രു, നിങ്ങളൊക്കെ വിജയിച്ച് നിൽക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്നതും സന്തോഷിക്കുന്നതും ഞങ്ങളെപ്പോലുള്ളവരാണ്. സാധാരണ ഗുരുദക്ഷിണ ഞാൻ സാറിന് അങ്ങോട്ടാണ് തരേണ്ടത്. പക്ഷെ എനിക്കൊരു വലിയ ഗിഫ്റ്റാണ് അങ്ങ് ഇങ്ങോട്ടത്. സത്യം പറയാ, അങ്ങ് എന്റെ മാത്രം ഗുരുവല്ല, ഞങ്ങൾ എല്ലാവരുടെയും ഗുരുവാണ്. അല്ല സാർ, ഞങ്ങളുടെ പടത്തിന്റെ ഏറ്റവും വലിയ വിജയം സാറിന്റെ അനുഗ്രഹം. എല്ലാം ഉണ്ടാവും, എല്ലാം നന്നായിരിക്കും, എല്ലാം നന്നായി വരും. ഇതൊക്കെ എന്താ പറയുക, കല എന്ന് പറയുന്നത് ദൈവികമാണ്. അതിന് ഭയഭക്തി ബഹുമാനത്തോടെ നമ്മൾ സമീപിച്ചാൽ വിജയങ്ങൾ നമുക്ക് ലഭിക്കും. പല പരീക്ഷണങ്ങളും ഉണ്ടാവും, പക്ഷേ അതിനെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയും. ഓക്കെ, അപ്പം ശരി, നന്നായി വരട്ടെ. ഓക്കെ 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 ഓക്കെ.